നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ബാർത്തലമ്യോ ഒഗ്ബച്ചെ ഹൈദരാബാദ് FC താരം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ സീസണിൽ 15 ഗോളുകൾ അടിച്ച റെക്കോർഡിട്ട താരമാണ്. ഒഗ്ബച്ചെ PSG താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് PSG അതെ, ലിയോ മെസ്സിയും നെയ്മർ ജൂനിയറും കിലിൻ എംബാപ്പയും സെർജിയോ റാമോസും ഒക്കെ ഇപ്പോൾ കളം വാണുകൊണ്ടിരിക്കുന്ന അതേ PSG. റൊണാൾഡിനോ കളിച്ച PSG. ആ PSG ഒഗ്ബച്ചെ തൻ്റെ സീനിയർ കരിയറിന് തുടക്കമിടുന്നത്. അന്ന് അവിടെ അദ്ദേഹം ഒരു റെക്കോർഡ് കുറിച്ചിരുന്നു. 17 വയസ്സുള്ളപ്പോൾ ബാർത്തലമ്യോ ഒഗ്ബച്ചെ കുറിച്ച റെക്കോർഡ് ഇപ്പോൾ ഒരു 16-കാരൻ പയ്യൻ. 16 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 ഒക്കെ പഠിക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ലിയോ മെസ്സിക്കൊപ്പം കളിക്കളത്തിലേക്ക് ഇറങ്ങി 2001 ഒഗ്ബച്ചെ കുറിച്ച റെക്കോർഡ് ഇപ്പോൾ ഒരു കുട്ടി താരം തിരുത്തിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു വിശദ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ലീഗ് 1 ഇന്നലെ PSG മോൺപില്ലിയറിനെ 3-1 പരാജയപ്പെടുത്തിയപ്പോൾ ആ മത്സരത്തിൽ ഗോൾ അടിച്ചു വാരൻ എമറി എന്ന 16-കാരൻ പയ്യൻ. PSG വേണ്ടി ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഒഗ്ബച്ചയിൽ നിന്ന് ഈ പയ്യൻ തിരുത്തി കുറിച്ച് സ്വന്തം പേരിലാക്കി. ഇന്നലെ 16 വയസ്സും 10 മാസമായിരുന്നു എമറിയുടെ പ്രായം. 2001 നവംബർ 25 നാൻഡസിനെതിരെ ലീഗ് 1 കളിക്കാനിറങ്ങുമ്പോൾ ബാർത്തലമ്യോ ഒഗ്ബച്ചയുടെ പ്രായം എന്ന് പറയുന്നത് 17 വയസ്സും 55 ദിവസവുമായിരുന്നു. അന്ന് അദ്ദേഹം PSG ഗോൾ അടിച്ചു. അങ്ങനെ റെക്കോർഡ് ഇട്ടു. PSG ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ്. ആ റെക്കോർഡ് ഇപ്പോൾ ഇതാ വാരൻ എമറി തിരുത്തി കുറിച്ചിരിക്കുന്നു. എന്തായാലും ഇന്നലെ വാരൻ എമറി ഒരു കാര്യം പറഞ്ഞു. ഗോൾ അടിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് ലിയോ മെസ്സി അവിടെ കണ്ടിരുന്നു. മെസ്സിക്ക് പാസ് കൊടുക്കാതെ ഞാൻ തന്നെ ഷോട്ട് തീർക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ എൻ്റെ അവസരം മുതലെടുത്തു, ഗോൾ അടിച്ചു. ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് ഇന്നലെ വാരൻ എമറി പറഞ്ഞത്. ഏതായാലും ഒഗ്ബച്ചയുടെ റെക്കോർഡ്, PSG അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡ് ഇപ്പോൾ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.